ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീട്ടിലത്തെ അതന്നെ ദിവസങ്ങളല്ല, കുറേ കാലമായി നമ്മൾ മലേഷ്യ പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ വീട്ടിലെ ബിസി. കുറേ ദിവസം സപ്താഹമായിട്ട് അങ്ങനെ 7 ദിവസം അമ്പലത്തിൽ തന്നെ ആയി. അങ്ങനെ കുറേ കാലമായി. എന്നോട് പലരും വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മമ്മേനെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായില്ലേ. കാരണം ഇപ്പം കാണിച്ചു തരാം ഒരു സാധനം. ഇതൊന്നല്ല കേട്ടോ, ഇതിപ്പോ ഇവിടെ ഇങ്ങനെ നിന്ന് തൊട്ടിട്ട് ഇങ്ങനെ പിടിക്കാൻ തരത്തിൽ നമ്മൾ ഉമ്മർ തന്നെ കാണിച്ചിരുന്നില്ലേ. ആ മാവിന്റെ മുകളിൽ തന്നെ ഇതൊരു സ്പെഷ്യൽ മാങ്ങയാണ്. കണ്ടോ, അങ്ങനെ ചുവപ്പ്, ഒരു ഭാഗം മഞ്ഞ കളറും ഒരു ഭാഗം ചുവപ്പ് കളറും ആയിട്ടാണ് അതിന് നല്ലൊരു ടേസ്റ്റാ. ഒരു പൊടിയുള്ള മാങ്ങ, നല്ല രസമാണ്. സേലം അല്ല, അതിങ്ങനെ മുറിക്കുമ്പോ തന്നെ അതിന്റെ ഉള്ളിലൊരു സ്വർഗം. എന്താ അതിൻ്റെ ഒരു മണം അറിയോ? കണ്ടോ, അതിൻ്റെ തോലിന് പക്ഷെ എന്താ പറയുക, ഒരു കട്ടിയാ അല്ലേ, തോലിനൊരു കട്ടിയാണ്. അപ്പം ഞാനൊക്കെ കഴിക്കും കേട്ടോ. അമ്മമ്മ തോലൊന്നും കഴിക്കില്ല. നല്ല ടേസ്റ്റാണ്. നമ്മളുടെ അടുത്ത് ഇപ്പോൾ അത് കുറേ തന്നെ തിന്നാൻ തോന്നും. അതാണ് ഒന്നാമത്തെ കാര്യം. അത്ര സുന്ദരി മാങ്ങ, സ്വാദും അങ്ങനെ തന്നെ കേട്ടോ. ഇതിന് പേരുണ്ട്, പേര് മറന്നതാ. അമ്മ എന്ത് രസറിയോ, നമുക്ക് വെറുതെ അങ്ങനെ കഴിക്കാൻ തോന്നുന്നു. നല്ല ടേസ്റ്റാണ്. മാങ്ങ തിന്നാത്ത ഒരു കൂടി കണ്ടെടുത്തു. ഒന്നാമത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇടയ്ക്കൊക്കെ പുഴു വരും. നിലത്ത് വീണ് കഴിഞ്ഞാൽ പുഴു വരും. അപ്പോൾ നമ്മൾ മുകളിൽ തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ അധികമൊക്കെ പഴുത്തൊക്കെ തുടങ്ങുമ്പോൾ തന്നെ പൊട്ടിക്കും. അപ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റുള്ള മാങ്ങയാണ്. നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാം വേറെ വേറെ മാങ്ങ തന്നെയാണ് അല്ലേ. ഒരു 4-5 ടൈപ്പ് ഉണ്ട്, 5-6 ടൈപ്പ് ഉണ്ട്. എല്ലാം വേറെ വേറെയാണ്. മറ്റേ തരത്തിലുള്ളതുണ്ടല്ലോ അങ്ങനെ നാരുള്ള മാങ്ങ, അത് കൂട്ടാനൊക്കെ വയ്ക്കാം. വേറൊരു കാര്യം, ഇപ്പം എന്നും മാങ്ങ കൂട്ടാനാണ് കേട്ടോ. നമുക്ക് അതൊന്നും ഞാൻ വീഡിയോയിൽ ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ദിവസവും മാങ്ങ കൂട്ടാനാണ്. പാറും ബ്രതും 2 പേർക്ക് ഇഷ്ടമല്ല മാങ്ങ കൂട്ടാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മാങ്ങ കൂട്ടാനും ചക്കയിലിശ്ശേരിയും. ഇതൊക്കെ തന്നെയാണ് ദിവസേന. ഒരുവിധം എല്ലാവരുടെയും വീട്ടിൽ ഈ അലോവേര പ്ലാന്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ മുടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കിന്നിന് വേണ്ടിയിട്ടൊക്കെയാണല്ലേ. അപ്പം സ്കിന്നിൽ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ സ്കിൻ. പക്ഷെ ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ തേച്ച് കഴിയുമ്പോൾ ഇത്തിരി ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുക അല്ലേ. ഈ സ്റ്റിക്കി ഫീൽ ഒഴിവാക്കാൻ വേണം എന്നാൽ അലോവേരയുടെ എല്ലാ ഗുണങ്ങളും കിട്ടുകയും വേണം. അതിനുള്ള വഴിയാണ് കേട്ടോ മാമ എർത്തിന്റെ അലോ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. നാച്ചുറൽ അലോവേര തരുന്നതിനേക്കാൾ 6 ടൈംസ് കൂടുതൽ ഹൈഡ്രേഷൻ ഈ ഒരു മോയ്സ്ചറൈസർ തരുന്നുണ്ട്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ടുള്ളത് അലോവേരയും ഹൈൽഡ്രോണിക് ആസിഡും ആണ്. ഇതിൽ അലോവേര നമ്മുടെ സ്കിന്നിന് നല്ല പോലെ ഒരു സൂത്തിങ് എഫക്റ്റ് തരുന്നു. അതുപോലെ തന്നെ ഹൈൽഡ്രോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇത് ഓയിലി സ്കിന്നിന് ചേരുവോ ഡ്രൈ സ്കിന്നിന് ചേരുവോ എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഇത് എല്ലാ ടൈപ്പ് സ്കിന്നിനും സ്യൂട്ട് ആവുന്നതാണ് കേട്ടോ. ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഇവിടെ അബ്സോർബ് ആവുന്നുണ്ട്. ഈ ജെൽ മോയ്സ്ചറൈസറിന്റെ വേറെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇപ്പോൾ ഒക്കെ കുറെ ഷോപ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. മമ എർത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് പ്രൊഡക്ട്സ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒനിയൻ ഷാംപൂ ഒക്കെ അതുപോലെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ദേ ആർ ഓൾവേസ് അപ്ഗ്രേഡിംഗ് ദർ പ്രൊഡക്ട്സ് ത്രൂ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസ്. ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിനുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ ഈ ഒരു ജെൽ മോയ്സ്ചറൈസർ. പാരബൻ, സിലിക്കൺ അതുപോലുള്ള ഹാംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെ ഇതിലില്ല. ഈ കൂപ്പൺ കോഡ് യൂസ് ആക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടും. ലോങ് ലാസ്റ്റിംഗ്, നോൺ സ്റ്റിക്കി ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിന് വേണ്ടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അടുത്തൊക്കെ മാമ എർത്തിന്റെ സ്റ്റോർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണേ. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഡേ കണ്ട സമയത്ത് നമ്മൾ അതിൽ കൃഷ്ണനായിട്ട് പ്രഭുവിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പൊ ആ ഒരു സെയിം ഡാൻസ് ആണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെ ഒരുപാട് അമ്പലങ്ങളിൽ സപ്താഹങ്ങളായിട്ടും ഉത്സവങ്ങളായിട്ടും ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ വീണ്ടും അതേ കൃഷ്ണന്റെ വേഷം കെട്ടാനുള്ള ഒരു ഭാഗ്യം പ്രഭുവിന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ കൃഷ്ണന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും സുന്ദരനായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ മേക്കപ്പും നല്ല രസമായിട്ടുണ്ടായിരുന്നു കാണാൻ. കഴിഞ്ഞ പ്രാവശ്യത്തേലും മറ്റേ മുടിയിൽ വെക്കുന്ന ആ ഒരു ഭാഗം അത് ഇങ്ങനെ മുഖത്തേക്ക് വല്ലാണ്ട് വന്ന് ശരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ചെയ്തത് അത്ര വൃത്തിയായിട്ടുണ്ടാവാനായിട്ട് അതൊരു വൃത്തിയായിട്ട് നിന്നുണ്ടായിരുന്നില്ല മുഖത്തിന്റെ
മുഖം നമുക്ക് ഫുള്ളായിട്ട് കാണുമായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയില്ല, ഇപ്രാവശ്യം അത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വൈക്കത്തൂര് മഹാദേവ ക്ഷേത്രം ഉണ്ട്, നമ്മളവിടെ വളാഞ്ചേരി തന്നെയുള്ള ക്ഷേത്രമാണ്. അപ്പൊ അവിടെ ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്സവത്തിന് ഇതുപോലെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ദിവസം ഇപ്പം ഒരു ദിവസം പ്രതുവിന്റെ ടീമിന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റെഡി ആവലാണ്. അപ്പൊ ഇതിലാണെന്ന് വെച്ചാൽ ഞാനും പാറും പ്രതുവും മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. പ്രതു കുറച്ച് നേരത്തെ വന്നു മേക്കപ്പിന് വേണ്ടിയിട്ട്, ഞാനും പാറും കൂടി പിന്നാലെ വന്നു. വേറെ ആരും വന്നിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഇവിടെ അമ്പലത്തിലും പരിപാടികളായിരുന്നു, അപ്പൊ സപ്താഹമായിരുന്നു. അപ്പൊ അമ്മ എന്താന്ന് വെച്ചാൽ ഓൾറെഡി കണ്ടതായിരുന്നു അന്ന് ആനുവൽ ഡേക്ക്. അപ്പൊ അമ്മ പറഞ്ഞു ഏതായാലും കണ്ടതല്ലേ, പിന്നെ ഇവിടെ അമ്പലത്തിൽ തിരക്കായിരുന്നു അമ്മ സപ്താഹത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഏതായാലും ഇത് കണ്ടതല്ലേ, അപ്പൊ എന്നാ ഇപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും ഇവിടെ നമ്മളുടെ അമ്പലത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാത്രമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. പീലിങ്ങനെ മറിഞ്ഞാ കിടക്കണേ, മയിൽപ്പീലിങ്ങനെ. പ്രതുവിന് എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഏത് മേക്കപ്പ് ആണോ ചെയ്യണത് അതിനനുസരിച്ചുള്ള ആ ഒരു മാറ്റം എപ്പോഴും പ്രതുവിന്റെ മേക്കപ്പിൽ എനിക്ക് തോന്നാറുണ്ട്. അതായത് ഒരു പ്രത്യേക ഭംഗി എനിക്ക് എപ്പോഴും അത് തോന്നാറുണ്ട്. ഞാനത് ഇങ്ങനെ അവളായതുകൊണ്ട് പറയുന്നത് അങ്ങനെയല്ല, പക്ഷെ നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ വീട്ടിലെ എല്ലാവരും പറയും ശരിക്കും നല്ലൊരു മാറ്റം എപ്പോഴും മുഖത്ത് കാണാറുണ്ട്. നല്ല രസമാണ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്കത് കൃഷ്ണനായിട്ട് നമ്മളെല്ലാവരും, എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള കാര്യമായിരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് കൃഷ്ണനായിട്ട് അങ്ങനെ കാണണം എന്നുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞി കൃഷ്ണൻ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കൃഷ്ണൻ വേറൊരു ഡാൻസിന് വേണ്ടിയിട്ടാണ് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് മോൻ. അപ്പൊ എന്തായാലും ഇങ്ങനെ കൃഷ്ണനായിട്ട് കാണണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ അതാണ് അന്ന് ആനുവൽ ഡേക്ക് കണ്ടത്. അന്ന് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിപ്പം കുറച്ചും കൂടെ ഇരട്ടിയായി എന്ന് പറയാം. നല്ല ഭംഗിയായിട്ട് കൃഷ്ണനെ ഇങ്ങനെ മുന്നിൽ കണ്ടപ്പോ അയ്യോ സുന്ദരിയായിട്ടുണ്ട്. പ്രതുവിന്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ കൂടെ ഉള്ള കുട്ടികളൊക്കെ. അപ്പോൾ അവര് മറ്റേ ഡാൻസ് ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികൾ ഇതിലില്ല. കാരണം വെക്കേഷൻ അല്ലേ, കുട്ടികൾ പലരും പല സ്ഥലങ്ങളിലായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അതിൽ കുറച്ച് പേരൊക്കെയാണ് ആ ഡാൻസിലത്തെ കുട്ടികളുള്ളൂ. പക്ഷെ എല്ലാവരും പ്രതുവിന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടോ. അപ്പൊ അവിടെ അങ്ങനെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രോഗ്രാംസ്. ആളുകളൊക്കെ ഇങ്ങനെ വന്നും പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് കൃഷ്ണന്റെ വേഷം കെട്ടിയിട്ട് കാണുമ്പോൾ ആരേനെ കാണുമ്പോഴും നമുക്കതൊരു കൗതുകമാണല്ലേ. അപ്പൊ ഇതാണ് കേട്ടോ അമ്പലം. അപ്പൊ അവിടെ ഇങ്ങനെ കൃഷ്ണനെ കണ്ട സമയത്ത് കുറച്ച് പ്രായമായിട്ടുള്ളവർക്ക് എന്തായാലും അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹമൊക്കെയാണ്. അപ്പൊ അവർ വന്നിട്ട് ഇങ്ങനെ കൂടെ ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രതുവിന്റെ കൂടെ വന്നിട്ട് നമുക്ക് നല്ലൊരു എന്തോ ഒരു സന്തോഷം തോന്നുന്നത് കാണുമ്പോൾ. കൃഷ്ണചരിതം ഗൗരീനന്ദ, പ്രതീക്ഷ, ദേവനന്ദ, ഗായത്രി ശ്രീകുമാർ, ഹർഷിക, ഗായത്രി പി. ഇത് കൃഷ്ണചരിതാണ് കേട്ടോ. അതായത് കൃഷ്ണനും രുക്മിണിയും അർജുനനും കുചേലനും ഗോപികമാരും അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള നല്ലൊരു ഡാൻസ് ആണ്. പക്ഷെ എന്ന് പറയുന്ന പോലെ തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം നമുക്ക് പാട്ട് വെക്കാൻ പറ്റില്ല. അതിൽ ആ പാട്ടോട് കൂടി കാണുമ്പോഴാണ് ശരിക്കും നമുക്കതിങ്ങനെ നല്ലൊരു ഭക്തിയോ നമുക്ക് വല്ലാത്തൊരു ഇതാണ് അത് കാണുമ്പോൾ. നല്ലൊരു ഡാൻസ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്കത് പാട്ട് വെക്കാൻ നിവർത്തിയില്ല, ഇങ്ങനെ കാണാനേ നിവർത്തിയുള്ളൂ കേട്ടോ.
വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ പല സ്ഥലത്തായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പ്രാക്ടീസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും കുട്ടികൾ നല്ല രീതിയിൽ ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അവർക്ക് ഒരു കുഞ്ഞു സമ്മാനമൊക്കെ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു സന്തോഷമാണല്ലോ അല്ലേ. ഇതുണ്ടല്ലോ അങ്ങനെ കൃഷ്ണന്റെ ഫോട്ടോ നമ്മൾക്ക് വീഡിയോസും ഫോട്ടോസും എത്ര എടുത്താലും അങ്ങോട്ട് മതിയാവല്ല. കാരണം ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് അഴിച്ചു മാറ്റൂല ആ ഒരു കോസ്റ്റ്യൂം. അപ്പൊ നമുക്ക് അതൊരു വിഷമം. കാരണം ഇങ്ങനെ കാണാൻ എന്തൊരു സന്തോഷമാണ്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് പറ്റാവുന്നിടത്തോളം കുറെ വീഡിയോസ് ഇങ്ങനെ എടുത്തു വെക്കായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ അവിടുന്ന് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഒരിക്കൽ കൂടി കൃഷ്ണനായി. സേലം മാങ്ങ, സേലം മാങ്ങ. എനിക്കറിയില്ല. മൽഗോവേ അല്ല, മൽഗോവതല്ല. എന്തോ അങ്ങനെ എന്തോ ഒരു സ്പെഷ്യലാണ്. ഇതാണ് ഇവിടൊക്കെ നിറയെ തൂങ്ങി ഉമ്മറത്തുനിന്ന് ഉണ്ടാക്കാൻ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ അതൊക്കെ പറിച്ചു. ഇനി കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ മുകളിൽ നിൽക്കണം. ഒറ്റ കൊമ്പിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ളൂ. ഇത് ദിവസേന മാങ്ങ കഴിക്കുന്ന സമയത്ത് അമ്മമ്മ പറയും കേട്ടോ. ദിവസേന ഇതിന് മുകളിലേക്ക് പറയും. പക്ഷെ സൈത്തേട്ടൻ വന്ന സമയത്ത് പഴുത്തിരുന്നു. ഒരു 2-3 കിട്ടി. തൽക്കാലം ആഗ്രഹത്തിനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു പഴുത്തിട്ട്. അങ്ങനെ എന്തായാലും പിന്നെ അവിടെ മാങ്ങണ്ട്, പിന്നെ ഇവിടെ മാങ്ങണ്ട്. മാങ്ങയുണ്ട്. എല്ലാവരും പക്ഷെ നമ്മളെ നാട്ടുകാരും നമ്മളും എല്ലാവരും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം അമ്പലത്തിക്കാണെങ്കിലും അതെ അന്ന് സപ്താഹത്തിന് അതിനെ അമ്പലത്തിക്ക് അന്ന് നമ്മൾ സപ്താഹത്തിന് ഒരു ദിവസം അല്ലേ മാങ്ങ കൂട്ടാൻ തന്നെയായിരുന്നു. പിന്നെന്താ അവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം മാങ്ങ ഇല്ലാത്തവർ കുറേ പേര് ഉണ്ട്. ഇല്ലാത്തവർക്കാണ് അതിൻ്റെ വിഷമം മനസ്സിലാവും. CBSE റിസൾട്ട് വന്നപ്പോഴേ നീ +2 ആണെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ 10th ആണ് എന്നുള്ള വിചാരിച്ചിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു എന്താ ഈ റിസൾട്ട് എന്ന്. അതായത് ഇപ്പം കഴിഞ്ഞ വർഷത്തെ കാണാത്തവരൊക്കെ ഉണ്ടാവില്ല, അതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ചോദിച്ചായിരുന്നു പാറുവിൻ്റെയും പ്രതുവിൻ്റെയും ഒക്കെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ ഇതാണ് വെച്ചിട്ട്. പക്ഷേ ഈ വർഷം നമുക്ക് അങ്ങനത്തെ റിസൾട്ടുകളൊന്നുമില്ല. അതെ. പക്ഷെ പാറുവിന് ക്ലാസ് തുടങ്ങി. പാറുവിന് വെക്കേഷനൊന്നും അല്ല കേട്ടോ. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കണതാണ്. ഇല്ലെച്ചെങ്കിൽ പാറു ബിസിയാണ്. പാറു ഏത് ക്ലാസ്സിലേക്ക് ആയിയേ? അതെ, പാറു ഇപ്പോൾ +2 ആയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രതു 9th ആയിട്ടേ ഉള്ളൂ. കുഞ്ഞു കുട്ടിയാണ്. അതെ, കുഞ്ഞു കുട്ടി. അതെ അതെ, ചെറിയ കുട്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. ഇവിടെ വെക്കേഷൻ, പ്രതുവിന് വെക്കേഷൻ തന്നെയാണ്. പാറുവിന് വെക്കേഷൻ നമ്മൾ ആകെ ഒരു മാസമാണ് ഉണ്ടായിട്ടുള്ളത്. ബക്കറ്റ് നിറയെ മാങ്ങ അങ്ങനെ കൊണ്ടുപോകും. മുഴുവനും വെച്ചിട്ട് ശേഷം മതി. നാടൻ മാങ്ങകൾ. ഇത് എന്താണ് നാടനല്ലാത്ത മാങ്ങകൾ. എൻ്റെ കളർ ഇല്ല. കണ്ട വലിയ മാങ്ങ. ഇത് നാടൻ മാങ്ങയല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.